ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ ആണ്. അപ്പോൾ വേവ് ഇക്വേഷൻ എങ്ങനെയായിരുന്നു? നമ്മുടെ ഇക്വേഷൻ എങ്ങനെ നോക്കാം? ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതാണ് നമ്മളുടെ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളത് മാർക്ക് ചെയ്തേക്കാം, സ്റ്റാർ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വേവ് ഇക്വേഷൻ. അപ്പോൾ ഈ വേവ് ഇക്വേഷനിൽ വരുന്ന രണ്ട് വേരിയബിൾസ് എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഒന്ന് എക്സും പിന്നൊന്ന് ടിയുമാണ്, ദാറ്റ് ഇസ് ടൈം. അപ്പോൾ ടി ഈക്വൽ ടു 0, ദാറ്റ് ഇസ് ഇനീഷ്യൽ പോയിന്റിൽ ടൈം 0. നമ്മൾ ഇതൊക്കെ നമ്മൾ വേവ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എന്ത് പറയാം? ഒരു സ്ട്രിങ് നമ്മൾ രണ്ട് അറ്റത്ത് കെട്ടിയിട്ടിട്ട്, അല്ലെങ്കിൽ ഒരു നൂല് നമ്മൾ രണ്ട് ഭാഗത്തായിട്ട് കെട്ടില്ലേ, രണ്ട് പിന്ന് കുത്തിയിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു നൂല് കെട്ടി, അതിൽ നമ്മളൊരു സ്ട്രിങ് നമ്മളൊന്ന് ഒരു മൂവ്മെന്റ് കൊണ്ടുവരുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു എന്താ പറയുക, ഒരു മോഷനാണ് നമ്മുടെ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്, വേവ് മോഷൻ. ഇപ്പം നമ്മൾ ഈ സ്ട്രിങ് കൊണ്ടുള്ള എല്ലാ വയലിനിലും അതിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ആ ഒരു സ്ട്രിങ്ങിൽ നമ്മളത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മൂവ്മെന്റ് വരും. അതാണ് നമ്മുടെ വേവ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ടൈം 0 ആവുന്നത് നമ്മൾ ടൈം 1 സെക്കൻഡ്, ടൈം 2 സെക്കൻഡിൽ എന്താണ് അതിന്റെ മോഷൻ, ആ സ്ട്രിങ്ങിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കും. അതാണ് നമ്മുടെ വേവ് ഇക്വേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ ടി ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് ഇനീഷ്യൽ പോയിന്റിൽ ടി ഈക്വൽ ടു 0 ആവുന്ന സമയത്തുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ, മോഷനിലുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റുക? ഇനീഷ്യൽ മോഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ എന്ന് പറയണത്. അപ്പൊ അതിന് മുൻപ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഒന്ന് ടിയും ഒന്ന് എക്സും. ഇനി ഇതിൽ എക്സിന് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു രണ്ട് പോയിന്റ്സിന് ഇടയിലാണ് നമ്മൾ ഈ സ്ട്രിങ്ങിന് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഒരു പിന്നുകുത്തി, ഇവിടെയും ഒരു പിന്നുകുത്തി, ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരു സ്ട്രിങ് കെട്ടിക്കഴിഞ്ഞാൽ രണ്ട് എൻ പോയിന്റ്സിന്റെ ഇടയിലല്ലേ ഇത് കെട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ ലെങ്ത് എന്താണ്? 0 ആണ്. ഇവിടുന്നിട്ട് ഇതുവരെ നോക്കുമ്പോൾ ആ ലെങ്ത് നമ്മൾ എൽ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 0 മുതൽക്ക് എക്സ് ഇസ് ഈക്വൽ ടു എൽ വരെയാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്? എക്സ് എന്ന് പറയുന്ന ആ ഇൻഡിപെൻഡന്റ് വേരിയബിള് നമുക്ക് എന്താണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സിലും ഈ ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ എന്താണോ അതാണ് നമ്മളുടെ മോഷൻ അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട് എന്നുള്ളത് പറയാം. ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. എവിടെ സ്ട്രിങ്ങിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ മോഷൻ ആണ് നമുക്ക് എന്തുകൊണ്ട് തരുന്നത്? ഈ യു ഓഫ് എക്സ് കോമ ടി എന്ന് പറയുന്നത് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് കിട്ടുന്നത് യു ഓഫ് എക്സ് കോമ ടി ആണ്. ഇതാണ് എന്തായിട്ട് പറഞ്ഞത്? ആ സ്ട്രിങ്ങിന്റെ, നമ്മളിപ്പോ ഇവിടെ സ്ട്രിങ് ആണ് പറഞ്ഞത്, സ്ട്രിങ് അല്ലെങ്കിൽ മോഷൻ, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പോയിന്റ് എക്സിന്റെയും ടിയുടെയും വാല്യൂ തരുമ്പോൾ ആ സ്ട്രിങ്ങിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിന്റെ നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് മനസ്സിലാവുക. അപ്പൊ ഈ രണ്ട് എൻ പോയിന്റ്സിലും സ്ട്രിങ് ഫിക്സഡ് ആയതുകൊണ്ട് യു ഓഫ് 0, ടിയും ഈക്വൽ ടു 0 ആയിരിക്കും. അതേമാതിരി യു ഓഫ് എൽ, ടിയും 0 ആയിരിക്കും. ദാറ്റ് ഇസ് എക്സിന്റെ അവിടെ 0യും എല്ലും വരുന്ന സമയത്ത് ഈ സ്ട്രിങ്ങിന്റെ മോഷനാണ് നമുക്ക് കിട്ടുന്നത്. സ്ട്രിങ് ഫിക്സഡ് ആണ് രണ്ട് എൻ പോയിന്റ്സിലും, അതുകൊണ്ട് യു ഓഫ് എക്സ് ടിയില് എക്സിന് 0യും എല്ലും കൊടുക്കുമ്പോൾ നമുക്ക് ഫിക്സഡ് ആയതുകൊണ്ട് സ്ട്രിങ്ങിന് മോഷൻ ഉണ്ടായിരിക്കില്ല. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ ഇതിനെയാണ് നമ്മളുടെ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഒരു വേവ് ഇക്വേഷൻ ഉണ്ടാവുന്ന രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. യു ഓഫ് 0, ടി ഈക്വൽ ടു യു ഓഫ് എൽ, ടി ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മളത് എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ കേസിൽ നോക്കി. ഇനി ടി ആണ് അടുത്ത ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ അതിന്റെ കേസിൽ നോക്കണം. പക്ഷെ ടിയുടെ നമുക്ക് എത്ര നേരം വരെ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ടിക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റിൽ മാത്രമാണ്. ദാറ്റ് ഇസ് ടി ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് മാത്രം. ഈ ടി ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ, ഇതിലുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഇസ്
u(x,0) എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു f(x) ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതേമാതിരി ദാറ്റ് മീൻസ് നമുക്ക് അറിയാം ഒരു മോഷൻ ആയതുകൊണ്ട് ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് അതിനൊരു കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു വാല്യൂ ഉണ്ട്. അത് നമ്മൾ ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ ആയിട്ട് പറയും. ഇനി ഈ ഡിഫ്ലക്ഷന് കറസ്പോണ്ടിങ് മോഷൻ ആയതുകൊണ്ട് അതിന് എന്തുണ്ടായിരിക്കും, ഒരു വെലോസിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ ഇതേ പോയിന്റിൽ ഉണ്ടാവുന്ന ആ വെലോസിറ്റി ഈ പെർട്ടിക്കുലർ t=0 ആവുന്ന സമയത്ത് ആ സ്ട്രിങ്ങിന്റെ വെലോസിറ്റിയാണ് നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുക, g(x) അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും, ∂u/∂t ഇതാണ് മൂവ്മെന്റ്. സോ വെലോസിറ്റി നമ്മൾ എങ്ങനെയാണ് വിത്ത് റെസ്പെക്ട് ടു t നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. കാരണം ഈ u(x,t) എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്നുള്ള ഫോർമുലയല്ലേ നമുക്ക് കിട്ടുന്നത്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമ്മൾ എന്തായിട്ട് പറയാറ്, വെലോസിറ്റി ആയിട്ട്. അപ്പൊ ∂u/∂t അറ്റ് t =0. ദാറ്റ് മീൻസ് കാരണം എന്താ, നമ്മളുടെ ഇനീഷ്യൽ പോയിന്റിന്റെ കേസിലാണ് നമ്മൾ പറയണത്. ഇത് നമ്മൾ g(x) ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പൊ ഇത് ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ, ഇത് ഇനീഷ്യൽ വെലോസിറ്റി. ഇത് തന്നെയാണ് നമ്മളുടെ വേവ് ഇക്വേഷന്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ വേവ് ഇക്വേഷൻസിന് 4 കണ്ടീഷൻസ് ഉണ്ട്, 2 ബൗണ്ടറി കണ്ടീഷൻസും 2 ഇനീഷ്യൽ കണ്ടീഷൻസും. അപ്പൊ നമ്മൾക്ക് ശരിക്കും സോൾവ് ചെയ്യേണ്ടത് എന്താണ്, ഈ വേവ് ഇക്വേഷൻ വിത്ത് ദീസ് 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഇക്വേഷൻ സൊല്യൂഷൻ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. ഇത് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ 2 ബൗണ്ടറി കണ്ടീഷൻ, ഓക്കെ, ഇത് തേർഡ് വൺ, ഇത് ഫോർത്ത് വൺ. അപ്പോൾ നമുക്ക് 2 ബൗണ്ടറി കണ്ടീഷൻസ് 2 ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്. ടോട്ടൽ 4 കണ്ടീഷൻസ് ആണ് നമ്മുടെ വേവ് ഇക്വേഷൻ ഉള്ളത്. അപ്പൊ ഈ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് വിച്ച് സാറ്റിസ്ഫൈസ് ദിസ് ഗിവൺ 4 കണ്ടീഷൻസ്. അപ്പൊ അതിന്റെ ആ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ എൻറ്റയർ പ്രൊസീജിയറിനെ 3 ഡിഫറെന്റ് സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാന്നുള്ളത് നമുക്കിനി നെക്സ്റ്റ് നോക്കാം.